ലൂക്കായുടെ സുവിശേഷത്തെ പല പേരുകളിൽ വിളിക്കാറ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് പ്രാർത്ഥനയുടെ സുവിശേഷം. അങ്ങനെ വിളിക്കാനുള്ള കാരണം ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവാലയത്തിൽ നിന്നാണ്. സക്കറിയാക്കി സ്നാപയോഗ്യനായ ജനത്തെ കുറിച്ചുള്ള അറിയിപ്പ് ഗബ്രിയേൽ മാലാഖിൽ പുറത്തുന്ന ആ ദേവാലയത്തിനകത്ത് വെച്ച് നടക്കുന്ന സംഭവം വിവരിച്ചുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത്. ലൂക്കാ സുവിശേഷം അവസാനിക്കുന്നത് അവർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആദ്യവും അവസാനവും ദൈവാലയത്തിൽ ആയിരിക്കുന്ന അവസ്ഥ ചിത്രീകരിച്ച് പ്രാർത്ഥനയുടെ അടിയൂട്ടി കാത്തു സൂക്ഷിക്കുന്ന ഒരു സുവിശേഷമാണ് ലൂക്കായ സുവിശേഷം. പ്രിയമുള്ളവരെ, നമുക്ക് പഴയ നിയമ ജനതയിലേക്ക് തിരിയുമ്പോൾ അവരുടെ ജീവിതം മുഴുവനും ദൈവ സാന്നിധ്യത്തോട് ചേർത്ത് നിൽക്കുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിയും. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവരെ കാനാൻ ദേശത്തേക്ക് ദൈവം വഴി നടത്തി കൊണ്ടുപോകുമ്പോൾ മരുഭൂമിയിലൂടെ യാത്രാപത്തിയെ എപ്പോഴും അവർ കേന്ദ്രീകരിച്ചിരുന്നത് സാക്ഷ്യ കൂടാരത്തെ ചുറ്റിപ്പറ്റിയാണ്. അവരിങ്ങനെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ തമ്പടിക്കുമ്പോൾ ഏറ്റവും നടുവില് വാഗ്ദാന പേടകം സ്ഥിതി ചെയ്യുന്ന വെച്ചിട്ടുള്ള സാക്ഷ്യ കൂടാരം നിർമ്മിക്കുകയും അതിന്റെ ചുറ്റും കൃത്യം അളവുകളൊക്കെ ക്രമീകരിച്ച് 12 ഗോത്രങ്ങൾ ഗണം തിരിച്ച് ഇങ്ങനെ താമസിക്കുകയാണ്. എല്ലാവർക്കും തുല്യ ദൂരമാക്കും ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക്, വാഗ്ദാന പേടകം സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്. എപ്പോഴും അവര് ഈ ദൈവ സാന്നിധ്യം സ്ഥിതി ചെയ്തിരുന്ന സാക്ഷ്യ കൂടാരത്തേക്ക് നോക്കിക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അതിനൊരു കാര്യമുണ്ട്. എപ്പോഴാണോ ഈ സാക്ഷ്യ കൂടാരത്തിന് മുകളിൽ മേഘം ഉയരുന്നത് അപ്പോഴാണ് യാത്രയ്ക്ക് തയ്യാറാകുന്നത്. വേറെ അനൗൺസ്മെന്റുകളൊന്നുമില്ല. അപ്പൊ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും, സാക്ഷ്യ കൂടാരത്തിന് മുകളിൽ മേഘം ഉയരുന്നുണ്ടോ. ആ മേഘം ഉയർന്നാൽ ഉടൻ തന്നെ കൂടാരം മടങ്ങി കെട്ടി അവർ യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. മേഘം എങ്ങോട്ടാണോ പോകുന്നത് അതിന്റെ ചുവട്ടിലൂടെ മാത്രമാണ് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തത്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അല്പം പോലും അവർ മാറിയിട്ടില്ല. അപ്പോൾ ദൈവ സാന്നിധ്യം, അവരുടെ കുറവുകളും പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകത്തു പോകാതെ ജീവിച്ചവരാണ് ഇസ്രായേലികൾ. ഇന്ന് നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കി, നമ്മൾ എപ്പോഴും നമ്മുടെ ഇടവക പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അല്ലെ, നമ്മുടെ മാമോദിസ തുടങ്ങി ഓരോരോ കൂടാശകളും സ്വീകരണവും ഏറ്റവും ഒടുവിൽ മൃതസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് ആഘോഷമായി ഈ ദേവാലയങ്ങളിലേക്കാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ആഘോഷമായി ഉലകി സ്വീകരിച്ച് ഇവിടേക്ക് ശുചിയിലാണ് നിങ്ങളെ അടക്കം ചെയ്യുക. നമ്മൾ ഇടവക പള്ളിയോടുള്ള ഇടവകയാകുന്ന കുടുംബത്തിന്റെ ഒറ്റ വീടിൽ അത് ഈ ദേവാലയവും ഇടവക പള്ളിയായി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇടവക പള്ളിയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കണം. എന്താണെന്ന് അറിയാമോ? കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ഇടവക പള്ളിയാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കാൻ പോലിരിക്കുന്ന ഓരോരുത്തർക്കും വൈസാറിനോട് ചോദിക്കണം, വൈസാറിന്റെ വീട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ വൈസാറിന്റെ ആ വീടിന്റെ ഡൊക്കുമേഷൻ ചോദിക്കുമ്പോൾ അതാണ് വീട്. പക്ഷെ അതാണോ വീട്? ആണോ? വൈസാട്ടൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കില്ല, പറമ്പിൽ പോലും കുളിച്ചില്ല. കാരണം പേടിയാണ്, പ്രേതം വരുന്നേ. പേടിച്ചിട്ട് അപ്പൊ തന്നെ ഉടനെ തന്നെ വരികയാണ് എപ്പോഴാണ്. അപ്പൊ വീടെന്ന് പറഞ്ഞ അവകാശത്തോടുകൂടെ നമുക്ക് അവകാശപ്പെടാൻ സ്ഥലം പിടിക്കണം. നമ്മുടെ സ്വന്തം, നമ്മളെ ആരും ചവിട്ടി പുറത്താക്കാത്ത ഒറ്റപ്പതേ ഉള്ളൂ. അതെവിടെയാണ്? അത് ഇടവക ദേവാലയമാണ്. ഈ ദേവാലയവും ഇവിടുത്തെ പരിസരവും ഇവിടുത്തെ പിൻകേരിയുമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കാം, ഇപ്പൊ ഇങ്ങനെ സഹോദരി വിചാരിക്കാൻ ഈ 3 ഏക്കർ പറമ്പുണ്ടാച്ചാ 3 ഏക്കർ പറമ്പ് കാണാം, വയ്യാണ്ടാവും, അല്ലെങ്കിൽ മരിച്ചു പോകും, മക്കൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യും, നിങ്ങൾ നോക്കുന്നത് തന്നെ ആ പറമ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതൊന്നും നിങ്ങളുടെ സ്വന്തമല്ല. എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരേ ഒരു സ്ഥലമുള്ളൂ, അത് ഈ ദേവാലയമാണ്. ഈ കൊടുങ്ങ ഇടവകയെ സംബന്ധിച്ച് കൊടുങ്ങ ഇടവക എല്ലാവരും അഭിമാനത്തോടെ ഞങ്ങളുടെയാണ് എന്ന് പറയാത്ത സ്ഥലം ഇവിടെ. 4 നിങ്ങളെ ചോട്ടി കൊടുത്താറില്ല. ഇവിടെ കിടക്കുന്ന ആരെയും വിളിച്ചു കഴിഞ്ഞ് വീട്ടിലേക്കും പറഞ്ഞയക്കില്ല. ഇവിടെയാണ് അന്ത്യവിശ്രമം കൊണ്ടേണ്ടത്. ഇവിടെയാണ് അവകാശത്തോടുകൂടെ വന്നു നിൽക്കേണ്ടത്. അപ്പൊ നമ്മളെല്ലാവരും ഇടവകയാകുന്ന കുടുംബത്തോട്, ഇടവക ദേവാലയത്തോട് ഒട്ടിച്ചേർന്ന് നിന്ന് പറ്റിച്ചേർന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടവരാണ്. ഇനി ഇവിടെ പറ്റിച്ചേർന്ന് എന്തുകൊണ്ടാണ്? ഇവിടെ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. നമ്മൾ എവിടെ ജീവിച്ചാലാണ് നമുക്ക് നിത്യമായി വസിക്കാൻ കഴിയുക? ദൈവ സാന്നിധ്യത്തിൽ വസിച്ചാലാണ് നിത്യമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, ജീവിക്കുന്ന, ഈശോ വസിക്കുന്ന സക്കാരിയുള്ള
നമ്മുടെ നമ്മുടെ വീട്, നമ്മുടെ ദേവാലയം, അത് ഈ ദേവാലയമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക സ്നേഹമുണ്ടാകും. മറ്റിടവകളിൽ കൊണ്ടുള്ളവരോടൊക്കെ അച്ഛൻ പറയുകയാണ്, നമ്മുടെ ഇടവകൾ, നിങ്ങളുടെ ഇടവക ദേവാലയത്തോട് നിങ്ങൾക്കൊരു പ്രത്യേക സ്നേഹവും അടുപ്പൊക്കെ ഉണ്ടാകും. ചില അച്ഛന്മാരുകൾ മാറി മാറി വരും, അച്ഛൻ ഇഷ്ടം കാണാൻ കഴിയോ? അങ്ങനൊന്നും വിളിച്ച കാര്യമില്ല. അപ്പുറത്തെ പള്ളിയിൽ നിങ്ങൾ വിളിച്ചോളൂ. ഓ, ഇവിടെ എന്നെ ഇഷ്ടമില്ലാതെ കൂന്നുകൂടി പള്ളിയിൽ കുർബാനയ്ക്ക് പോയി വിചാരിക്കുക. മരിച്ച ആണുമില്ലാതെ അപ്പൊ അതിനേക്കാളും അച്ഛനെന്തെങ്കിലും മോശമായാലും എവിടെ നിൽക്കണം? അവനവന്റെ ഇടം പുള്ളി നിൽക്കണം. പിന്നെ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് നമുക്ക് രാവിലെ കുർബാനയ്ക്കൊക്കെ പോകാൻ പറ്റാത്തവര് അവിടെ ഇങ്ങനെയൊക്കെ പോകും. അതിനെ കുറിച്ചല്ല അച്ഛൻ പറയുന്നത്. അപ്പൊ വിശുദ്ധ കുർബാന പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരിക്കുക. പക്ഷെ ആത്യന്തികമായി നമ്മുടെ ഇടവക ദേവാലയത്തോട് നമുക്ക് സ്നേഹം ഉണ്ടാകുക. ഇന്ന് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റട്ടെ. അവർ സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞു ഒരു പ്രാർത്ഥനയുടെ രൂപീകരിക്കും. നമ്മുടെ ജീവിത ഹൃദയം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവസാന്നിധ്യത്തിന്റെ ഒരു തണലിൽ എപ്പോഴും ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. ഇസ്രായേലിൽ അത് മേഘത്തിന്റെ തണലിൽ മാത്രം യാത്ര ചെയ്ത കുറച്ച് വെയിലടിക്കേണ്ടി വന്നില്ല, ക്ഷീണം വന്നില്ല. ദിവ്യകാലത്തിന്റെ തണലിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് ക്ഷീണം വരില്ല, നമുക്ക് പ്രശ്നങ്ങൾ വരില്ല, നമ്മുടെ ജീവിതം സുഖവുമായി മുന്നോട്ട് പോകും. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും